കാലം ജീവിച്ച കാലം, പിന്നെ അവരുടെ പ്രധാന പ്രവർത്തന മേഖലകൾ, അതുപോലെ ഏത് നാട്ടിൽ ജീവിച്ചു, അങ്ങനെ ചെറിയ കുറിപ്പുകൾ ഉൾപ്പെടുന്ന ഒരു 300 പേരുടെ കുറിപ്പുകളും 200 പേരുടെ പ്രധാനപ്പെട്ട 200 പേരുടെ ജീവിതത്തിൽ ഉൾപ്പെടെയുള്ള ഗണിതശാസ്ത്ര പ്രതികൾ എന്ന പുസ്തകമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ കുറിപ്പുകളിലൂടെ ആ ഗണിതശാസ്ത്രന്മാരുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലും മറ്റും നോക്കിയിട്ട് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് പുസ്തകമുണ്ട്. സം ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻസ് ഓഫ് ദി വേൾഡ് എന്ന പേരിൽ ഇംഗ്ലീഷ് പുസ്തകവും ഗണിതശാസ്ത്ര പ്രതികൾ എന്ന പുസ്തകമുണ്ട്. അത് കേരള സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിൻ്റെ ഏറ്റവും നല്ല പുസ്തകത്തിനുള്ള ഏറ്റവും നല്ല ശാസ്ത്ര ഗ്രന്ഥത്തിൽ അവാർഡ് കിട്ടിയ പുസ്തകമാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് സംഖ്യകളുടെ കഥ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഖ്യകൾ കണ്ടുപിടിച്ചുകൊണ്ട് ഒരേ സമയത്ത് തന്നെ പല രാജ്യത്തും സംഖ്യകൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ രാജ്യക്കാരും വ്യത്യസ്ത രീതിയിലാണ് സംഖ്യ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ 1, 2, 3 എന്ന് രേഖപ്പെടുത്തുന്ന രീതിയിലല്ല റോമക്കാരോ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരോ ഫ്രഞ്ചുകാരോ ലാറ്റിൻകാരോ ഒക്കെ രേഖപ്പെടുത്തുക. അങ്ങനെ വിവിധ രാജ്യക്കാർ വിവിധ രീതിയിലാണ് സംഖ്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെ രേഖപ്പെടുത്തിയ ചില ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സംഖ്യയുടെ വിവിധ രാജ്യങ്ങളിലെ വികാസ പരിണാമങ്ങൾ, അതായത് ചൈനയിലും ഈജിപ്തിലും ഭാരതത്തിലും ഒക്കെ ഉണ്ടായ വികാസ പരിണാമങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അത് നമ്മളെ സർക്കാരിൻ്റെ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും നല്ല വൈജ്ഞാനിക ഗ്രന്ഥത്തിൽ അവാർഡ് കിട്ടിയതാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് പൂജ്യത്തിൻ്റെ കഥ. നിങ്ങൾക്കറിയാം, ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിട്ടാണ് പൂജ്യം അറിയപ്പെടുന്നത്. ഭാരതത്തിന് മാത്രമല്ല, ഗണിതശാസ്ത്രത്തിന് മാത്രമല്ല, ഇന്ന് വരെ ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു കണ്ടുപിടുത്തമാണ് പൂജ്യം. നിങ്ങൾക്കറിയാമല്ലോ, കമ്പ്യൂട്ടറിന് ലോകത്തിലെ സർവ്വവിധ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു യന്ത്രമാണല്ലോ. ഒരത്ഭുത യന്ത്രമായിട്ടാണ് കമ്പ്യൂട്ടറിനെ നമുക്ക് പറയാൻ പറ്റുക. ആ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് 0, 1 എന്ന 2 അക്കങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിൽ തന്നെ പൂജ്യത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഖ്യയുടെ ഒരു ചരിത്രം, ആ പൂജ്യം എങ്ങനെ ഇന്ത്യയിൽ രൂപപ്പെട്ടു, അതിൻ്റെ എങ്ങനെ വികാസം പരിണാമിച്ചു, അപ്പോൾ എന്തുകൊണ്ട് ആ പൂജ്യത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നു, നമ്മൾ കണക്കൂട്ടുന്ന കാര്യത്തിൽ പൂജ്യത്തിന് എത്ര കണ്ട് പ്രാധാന്യം സംഭവിച്ചു, ആ കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ് പൂജ്യത്തിൻ്റെ കഥ. ഇതിന് കേരള സർക്കാരിൻ്റെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെ ഈ ഗണിതശാസ്ത്ര ചരിത്രത്തിൽ മാത്രമല്ല ശാസ്ത്രത്തിൻ്റെ സർവ്വ മേഖലയിലും പെട്ടെന്ന് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആ പൂജ്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന ഒരു പുസ്തകമാണ് പൂജ്യത്തിൻ്റെ കഥ. താങ്കൾ കണക്കിലെ ഒരുപാട് കളികൾ എന്നുള്ള പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് കളികൾ ഞങ്ങൾക്ക് വേണ്ടി കാണിക്കാവോ? തീർച്ചയായിട്ടും. ഇപ്പോൾ കണക്കിലെ കളികൾ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേദഗണിതമാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, ഇപ്പോൾ ഗുണിക്കുന്നതിനുള്ള രീതി അല്ലെങ്കിൽ സ്ക്വയർ കാണാനൊക്കെ രീതിയൊക്കെ, അതൊക്കെ നമുക്കിപ്പോൾ കുറച്ച് പ്രയാസമുള്ള രീതിയാണ്. നമ്മൾ വേദഗണിതത്തെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ലഘുവായിട്ട് സിമ്പിളായിട്ട് അനുഭവപ്പെടും. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഗുണിക്കുന്ന കാര്യത്തിൽ ഉള്ള 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പം 92 ഗുണിക്കണം 93. ഇത് നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് ഈ 100-ൽ നിന്നുള്ള വ്യത്യാസം കാണുക. 100-ൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട്? 92, 8. 93 എത്ര വ്യത്യാസമുണ്ട്? 7. ഇനി ഇത് തമ്മിൽ ഗുണിക്കുക. എത്രയായിരിക്കും? 56. Now subtract 93 minus 8. Or 92 minus 7. It's very simple. നിങ്ങളുടെ ഈ ക്രിയ ചെയ്യുമ്പോൾ 2 ഗുണനം തന്നെ ചെയ്യുന്നുണ്ട്, പിന്നെ അഡീഷൻ വേണം. ഇവിടെ മിയർലി സബ്ട്രാക്ഷനുള്ള പ്രയാസമുള്ള ഒരു കാര്യമേ അല്ല. വെരി സിമ്പിൾ സബ്ട്രാക്ഷൻ. Then you multiply only a single digit, 7 into 8.
then another subtraction. We will get to the answer. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. What about 85 into 85 or 85 squared? So you do this thing. I don't repeat. ഞാൻ അത് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ആർക്കെങ്കിലും ഇതെങ്ങനെ കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? യെസ്. 5-ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇറ്റ് എൻഡ്സ് വിത്ത് 25. സോ ദിസ് ഇസ് ആൻസർ 25. ഇനി ഈ 8 മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലേ? 8നോട് 1 കൂട്ടിയാൽ എന്താവും? 8 + 1 9. 9 × 8 72. 72. Very simple. 5 × 5 25. 1 + 2 is 2. 2 × 1 2. 225. What about 625? Very easy. Seven plus 1 8. 8 into 7 6.